സംസ്ഥാനത്ത് വേനൽ മഴ കൂടുതൽ ജില്ലകളിൽ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ പ്രദേശങ്ങളിൽ ഇടി, മിന്നൽ, മഴ സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ മധ്യതെക്കൻ ജില്ലകളിലും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയോടെ വടക്കൻ ജില്ലകളിലും മഴ പെയ്തേക്കും. തുടർന്നുള്ള ദിവസങ്ങളിലും പലയിടങ്ങളിലായി ഉച്ചയ്ക്ക് ശേഷമോ രാത്രിയോ മഴ പെയ്തേക്കും. മാർച്ച് 20 വരെ മിക്ക ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇന്നലെ പട്ടാമ്പി കൊപ്പത്ത് 3 പേർക്ക് മിന്നലേറ്റു. എറയൂർ ശ്രീ തിരുവളയനാട് ക്ഷേത്രത്തിലെ പൂരത്തിനിടയിലായിരുന്നു സംഭവം. പരിക്കേറ്റവരെ കൊപ്പത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരുടെ പരിക്ക് സാരമുള്ളതല്ലെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് അപകടമുണ്ടായത്. ഉത്സവത്തിലെ പ്രധാന ചടങ്ങായ കാളവരവ് ഇന്നലെയായിരുന്നു. ഇത് കാണാൻ വലിയ ജനക്കൂട്ടം ക്ഷേത്ര പരിസരത്ത് ഉണ്ടായിരുന്നു. ഇവർക്കിടയിൽ നിന്ന് 3 പേർക്കാണ് മിന്നലേറ്റ് പരിക്കേറ്റത്. ഈ സമയത്ത് മഴയും പെയ്തിരുന്നതായിട്ടാണ് സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവർ ചികിത്സയിൽ തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ കൊപ്പം വിളത്തൂരിൽ മിന്നലേറ്റ് ബെഡ് കമ്പനിക്ക് തീപിടിച്ചു. പാറയ്ക്കൽ മൂസയുടെ ഉടമസ്ഥതയിലുള്ള ബെഡ് കമ്പനിക്കാണ് തീപിടിച്ചത്. ഇന്നലെ വൈകിട്ട് 8:30യോടെയായിരുന്നു സംഭവം. പട്ടാമ്പി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. അതേസമയം ഷൊർണൂരിൽ നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നും കൂടുതൽ യൂണിറ്റുകൾ എത്തിയിരുന്നു. കൊടുപ്പുന്നയിൽ കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരത്തിൽ ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന യുവാവ് മിന്നലേറ്റ് ഇന്നലെയാണ് മരിച്ചത്. പുതുവൽ ലക്ഷം വീട്ടിൽ അഖിൽ പി ശ്രീനിവാസനാണ് മരിച്ചത്. മിന്നലേറ്റതിന് പിന്നാലെ അഖിലിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ പൊട്ടിത്തെറിച്ചു. അഖിലിന്റെ ചെവിയുടെയും തലയുടെയും നെഞ്ചിന്റെയും ഭാഗത്ത് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. വണ്ടാനത്തുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല.